കോഴിക്കോട് മൂഴിക്കലിലെ സഹോദരിമാരുടെ മക്കളായ നസ്രീനയ്ക്കും അദ്നാനും എന്താണ് സംഭവിച്ചത്? 16-കാരിയെ കൊലപ്പെടുത്തിയ ശേഷം അദ്നാൻ ജീവനൊടുക്കിയെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? എങ്ങനെയാണ് ഇരുവരുടെയും ഫോണുകൾ കിണറ്റിലെത്തിയത്? തെളിവ് നശിപ്പിക്കാനായി മറ്റാരെങ്കിലും മൊബൈലുകൾ ഉപേക്ഷിച്ചതായിരിക്കുമോ? ഈ മാസം 14-നാണ് നസ്രീനെയും അദ്നാനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി കിണറ്റിൽ നിന്നും കണ്ടെടുത്ത 3 ഫോണുകളുടെ പരിശോധനയിൽ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നസ്രീനയുടെ ഫോണിൽ നിന്ന് അന്നേ ദിവസം പുലർച്ചെ 1:30-നും 2-നും ഇടയിൽ നല്ലളത്തെ ഒരു യുവാവിന് സന്ദേശം അയച്ചതായി കണ്ടെത്തി. ഈ മെസ്സേജ് അയച്ചത് ആരാണെന്നതിലും സംശയമുണ്ട്. പുലർച്ചെ 1:30-നും 4:30-നും ഇടയിൽ വീടിന്റെ മുകൾ നിലയിലെ 2 മുറികളിലായി സഹോദരിമാരുടെ മക്കളായ നസ്രീനയെയും അദ്നാനെയും മരിച്ചതായി കണ്ടെത്തിയെന്നാണ് FIR-ൽ പറയുന്നത്. നസ്രീനയെ ശ്വാസം മുട്ടിച്ചു കൊന്ന ശേഷം അടുത്ത മുറിയിൽ പാക്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് മൂക്കും വായും അടയുന്ന തരത്തിൽ മുഖത്തൊട്ടിച്ചാണ് അദ്നാന്റെ മരണമെന്നാണ് വിലയിരുത്തൽ. അദ്നാന്റെ മൃതദേഹം കണ്ടെത്തിയ മുറി ഉള്ളിൽ നിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു. പോലീസ് എത്തിയ ശേഷമാണ് വാതിൽ പൊളിച്ച് അകത്തു കയറിയത്. എന്നാൽ അന്വേഷണത്തിനിടെ കിണറ്റിൽ നിന്ന് കണ്ടെടുത്ത 3 ഫോണുകളിൽ നിന്നുള്ള വിവരങ്ങൾ കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഇതിൽ നസ്രീനയുടെ ഫോണിൽ നിന്ന് 14-ന് പുലർച്ചെ 1:30-നും 2-നും ഇടയിൽ നല്ലളത്തെ ഒരു യുവാവിന് സന്ദേശം അയച്ചതായി കണ്ടെത്തി. അദ്നാനെ അറിയാമോ എന്ന ചോദ്യമാണ് നല്ലളത്ത് ബൈക്ക് വാടകയ്ക്ക് നൽകുന്ന യുവാവിന്റെ ഫോണിലേക്കുള്ള ആദ്യ സന്ദേശം. അറിയാമെന്ന മറുപടിക്ക് അദ്നാൻ പണം തരാനില്ലേ എന്ന് വീണ്ടും ചോദിക്കുന്നു. ഉണ്ടെന്ന് യുവാവ് മറുപടി നൽകിയപ്പോൾ പണം ഇനി കിട്ടില്ല, അദ്നാൻ മരിച്ചു എന്നാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. എങ്ങനെ മരിച്ചു, എന്താണ് സംഭവം എന്ന യുവാവിന്റെ മറുചോദ്യങ്ങൾക്ക് വ്യക്തിപരമായ കാരണമാണെന്നും കുടുംബ പ്രശ്നമാണെന്നും മറ്റുമാണ് മറുപടി നൽകിയിട്ടുള്ളത്. നസ്രീന മരിച്ചതിനു ശേഷം അദ്നാൻ യുവാവിന് അയച്ചതാകാം ഈ സന്ദേശങ്ങളെന്നാണ് നിഗമനം. കേസ് വഴിതിരിച്ചുവിടാനും ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സന്ദേശം അയച്ചതെന്നും പോലീസ് കരുതുന്നു. ഈ യുവാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സന്ദേശം അയച്ച ഫോണിലേക്ക് വിളിച്ചെങ്കിലും ആരും എടുത്തില്ലെന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത്. അദ്നാൻ ദിവസങ്ങൾക്ക് മുമ്പ് ഈ യുവാവിൽ നിന്നും വാടകയ്ക്കൊരു ബൈക്ക് എടുത്തിരുന്നതായും അത് തിരിച്ചു നൽകിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ബൈക്കിന് കേടുപാടുണ്ടായതിനാൽ 1000 രൂപ അദ്നാൻ നൽകേണ്ടിയിരുന്നു. ഇതിനുള്ള ഉറപ്പിനായി അദ്നാൻ ഉമ്മയുടെ ഫോണും തന്റെ ലൈസൻസും അവിടെ ഏൽപ്പിച്ചതായും പോലീസ് കണ്ടെത്തി. ഇവ രണ്ടും യുവാവ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. കിണറ്റിൽ നിന്ന് അഗ്നിരക്ഷാസേനയിലെ ഉദ്യോഗസ്ഥർ വീണ്ടെടുത്ത 3 ഫോണുകളിൽ 2 ഓണാകുന്നുണ്ട്. അദ്നാന്റേതെന്ന് കരുതുന്ന ഫോണിലെ സിം മാറ്റിയ നിലയിലായിരുന്നു. ഈ ഫോണുകളുടെ സൈബർ പരിശോധന തുടരുകയാണ്. ഫോണുകൾ എങ്ങനെ കിണറ്റിലെത്തിയെന്നറിയാൻ മരിച്ചവരുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്തു വരികയാണ്. സംഭവ സ്ഥലത്ത് രാവിലെ ഉണ്ടായിരുന്ന ചില പ്രദേശവാസികളുടെയും മൊഴി പോലീസ് ശേഖരിക്കുന്നുണ്ട്. കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നും പോലീസ് സംശയിക്കുന്നു. അദ്നാന്റെ ഉമ്മയുടെ പിതാവിന്റെ ബിസിനസ്സിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിച്ചിരുന്നത് നസ്രീനയായിരുന്നു. ഇതിലിടപെടാൻ കഴിയാത്തതും സാമ്പത്തികമായ മറ്റു തർക്കങ്ങളുമാണ് നസ്രീനയോട് അദ്നാന് പകയുണ്ടാകാൻ കാരണമെന്നാണ് പോലീസ് നിഗമനം. നേരത്തെ ഈ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ അദ്നാൻ പണം അപഹരിച്ചത് നസ്രീന ബന്ധുക്കളെ അറിയിച്ചതും ശത്രുതയ്ക്ക് കാരണമാണ്. കൃത്യത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനായി ഫോണുകൾ കിണറ്റിലെറിഞ്ഞത് പ്രതിയുടെ ബന്ധുക്കളാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കണ്ടെടുത്ത ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.